തിരുവനന്തപുരം നരുവാമുട്ടിൽ ഫർണിച്ചർ ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടം. 12 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വൈകിട്ട് 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഗോഡൌൺ ഉടമയോ തൊഴിലാളികളോ സ്ഥലത്തുണ്ടായിരുന്നില്ല. തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. ഏതാണ്ട് 2.5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. പള്ളിയിൽ പോയിരുന്ന സമയത്ത് ഈ കാണുന്ന ഭാഗത്തെല്ലാം തടി അടുക്കി വെച്ചിരുന്നു, കൊടു ചെയ്തു വെച്ചത് എന്നാണ്ട് 1.5 കോടി രൂപയുടെ സാധനം വരും, അടുക്കി വെച്ചിരുന്നതാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നും കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ കെടുത്താനായില്ല. വെള്ളം തീർന്നതോടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചൂടാണ്, അങ്ങനെ ആവാം തീവിടെ, അതൊരു കാരണമാവാം. അല്ലെങ്കിൽ വേസ്റ്റ് എല്ലാം കത്തിച്ചതിന് വിടുന്നതാവാം, അങ്ങനെയും നാട്ടുകാർ പറയുന്നുണ്ട്. റീസൺ വിശദമായ പഠനത്തിന് പറയാൻ പറ്റത്തുള്ളൂ. 1 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഗോഡൌൺ ഉടമ പറയുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് സമീപത്തുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. 24 തിരുവനന്തപുരം.